അതിനേക്കാളും കൂടുതൽ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് വായിച്ച ആൾക്കാർക്ക് ഈ സിനിമ കാണുമ്പോൾ വായിച്ചതിൻ്റെ അത്ര വലിയ ഇത് ഇപ്പം കറക്റ്റായില്ല അങ്ങനെയൊക്കെ ഒരു ഇത് പെർഫോമൻസ് അത് വായിച്ചത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ അവർ വായിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീമിൻ്റെ പെർസ്പെക്റ്റീവായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിലൊരു ഹ്യൂമർ കോമിക് ക്യാരക്ടർ എല്ലാവരും മനസ്സിലത് കയറി. ഞാൻ ആ പടം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഒന്ന് റിലീസായിട്ടില്ല. അപ്പം എൻ്റെ കൂടെ ഒരു ആർക്കറിയിൽ ഞാൻ എങ്ങനെ ഇതിലെന്താ ചെയ്തിരിക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ആവശ്യത്തിലെന്ന് ചെയ്യുന്നത്. അമ്മാൻ്റെ ക്യാരക്ടർ എങ്ങനെ ചെയ്തിരുന്നുള്ളൂ. ഇവിടെ ഒന്ന് മരിയാന ഓൾറെഡി ഞാൻ കഥ പറയുമ്പോൾ തൊട്ട് നമുക്കറിയാതെ എങ്ങനെയാണ്. പിന്നെ നോവൽ വായിച്ചപ്പോഴും അതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയായിരുന്നു. അപ്പോൾ അതിനൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി കുറച്ച് വണ്ണം വെച്ച് അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ തുഴയാൻ പഠിക്കാൻ പോയി. ഞാൻ ഷൂട്ട് കൊടുക്കുന്നതിന് ഒരു 10 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി. ഞാൻ രാവിലെ ഇതുപോലെ 5 കിലോമീറ്ററിലേക്കും അഷ്ടമുടി കായലിലും 2 ചേട്ടന്മാരുണ്ടാവും. വലിയ വെള്ളം, പല രീതിയിലുള്ള ചെറിയ വെള്ളം, വലിയ വെള്ളം എല്ലാം തുഴയാൻ പഠിച്ച് പ്രോപ്പറായിട്ട് തുഴഞ്ഞിട്ട് തന്നെയാണ് ഓരോ ഷോട്ടിലും ചെയ്തേക്കുന്നത്. അതുപോലെ ഇങ്ങനെ കെട്ടി വലിക്കുന്ന അങ്ങനെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ പറ്റാവുന്ന എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു മിനിമലായിട്ടുള്ള കൊല്ലം സ്ലാങ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നീട് അടുത്ത സിനിമകളിലാണെങ്കിൽ അതൊക്കെ പരിഹരിക്കും. ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പം എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം. അതായിരുന്നു ഞാൻ ആക്ച്വലി ബേസിലുള്ള 2ാം സിനിമ ജാനമല്ലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ അജേഷ് BP ആയിട്ട് കണ്ടിട്ടുള്ളൂ, ബേസിലായിട്ട് കണ്ടിട്ടില്ല. അവിടെയാണെങ്കിൽ രംഗേനാണ് കണ്ടിട്ടുള്ളൂ, ഫഹദിനെ കണ്ടിട്ടില്ല. ആക്ഷൻ പറയുമ്പോൾ അത്രയും വ്യത്യാസവും. ഇവിടെ അങ്ങനത്തല്ല, ആക്ഷൻ പറയുമ്പോൾ അജേഷ് BP, ബേസിലില്ല. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആഗ്രഹമുണ്ട് ഇവിടെ വിളിച്ച്. അത് ഒന്നും ഇതിനെപ്പറ്റി പറയാറായിട്ടില്ല. വരുന്ന ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ പറയും എന്ന് വിചാരിക്കുന്നു. ഡിച്ചേട്ടാണെങ്കിലും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവരത് കറക്റ്റായിട്ട് പറയും. ഞാനിപ്പോൾ അത് പറഞ്ഞത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവരെന്തെങ്കിലും അറിയിക്കും. എന്തായാലും അതെന്തായാലും അതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി ആ സിനിമ ഉണ്ടാവോ, ആ സിനിമ ഇതാണോ എന്നുള്ളതൊക്കെ ഉടനെ തന്നെ അറിയുമോ. നമ്മളാരും പെൺകുട്ടികളൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ സ്വർണ്ണം ഇട്ട് നടക്കുന്നതാണ് ഞങ്ങളെ കാണാൻ ഭംഗി ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്കത് അറിയില്ല. പെൺകുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ